ആത്മകഥാ വിവാദത്തിൽ ടൈംസ് ഓഫ് ഇന്ത്യയുടെ പങ്ക് അന്വേഷിക്കണമെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. ഇതിനു പിന്നിൽ വലിയ ഗൂഢാലോചന നടന്നതായും EP ആരോപിച്ചു. പാർട്ടിയുടെ അംഗീകാരത്തോടെ ആത്മകഥ ഉടൻ പുറത്തിറക്കുമെന്നും EP ന്യൂസ് മലയാളം ക്രോസ് ഫെയറിൽ പറഞ്ഞു. ഇനി പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് ഇല്ലെന്നും EP വ്യക്തമാക്കി. ആത്മകഥാ വിവാദത്തിന് പിന്നിൽ വൻ ഗൂഢാലോചന നടന്നതായാണ് EP-യുടെ ആരോപണം. ടൈംസ് ഓഫ് ഇന്ത്യ പോലൊരു ദിനപത്രത്തിൽ ഈ വാർത്ത പ്രസിദ്ധീകരിച്ചു വന്നത് ഇതിന് തെളിവാണ്. ഈ ഗൂഢാലോചനയിൽ ടൈംസ് ഓഫ് ഇന്ത്യയുടെ പങ്കും പോലീസ് അന്വേഷിക്കണമെന്ന ന്യൂസ് മലയാളം ക്രോസ് ഫയറിൽ EP ജയരാജൻ ആവർത്തിച്ചാവശ്യപ്പെട്ടു. ടൈംസ് ഓഫ് ഇന്ത്യ ഈ വാർത്ത കൊടുക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ വലിയ ശക്തികൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ ഗൂഢാലോചനയിൽ അവർക്കും പങ്കുണ്ട്. ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി പോകേണ്ട കാര്യമാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ടൈംസ് ഓഫ് ഇന്ത്യ പോലുള്ള ഒരു പത്രം ഇതിൽ ഭാഗമായി തീർന്നത്? എങ്ങനെയാണ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകം അധികാരപ്പെടുത്താത്ത ഒരാൾ പ്രസിദ്ധീകരിക്കുന്നത്? അതിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതാത്ത കാര്യം അതിലുണ്ടെന്ന് എങ്ങനെയാണ് പറയുക? അപ്പോൾ ഇത് ഒരു പ്ലാനാണ്. പാർട്ടി അംഗീകാരത്തോടെ ആത്മകഥ ഉടൻ പുറത്തിറക്കും. പക്ഷേ പ്രസിദ്ധീകരണ ചുമതല DC-ക്ക് നൽകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. പോളിംഗ് ദിനത്തിൽ ജാവദേക്കറെ കണ്ടതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ പ്രതികരണത്തെ മാധ്യമങ്ങൾ വളച്ചൊടിച്ച് വാർത്ത നൽകി. അതിന് സമാനമാണ് ഉപതെരഞ്ഞെടുപ്പ് ദിനത്തിൽ വന്ന ആത്മകഥാ വാർത്തയും. തനിക്കെതിരെ മാധ്യമങ്ങൾ അടിസ്ഥാനരഹിതമായ വാർത്തകളാണ് നൽകുന്നതെന്നും EP തുറന്നടിച്ചു. ഈ ആത്മകഥ എഴുത്ത് അതിപ്പോഴും പുരോഗമിക്കുന്നുണ്ടോ? പിന്നെന്താ സംശയം? ഞാൻ നിശ്ചയിച്ചതുപോലെ എൻ്റെ ആത്മകഥ പൂർത്തിയായിട്ടില്ല. അത് പൂർത്തീകരിച്ച ഒന്ന് ഞാൻ പറഞ്ഞാൽ മാത്രം പോരെ, എൻ്റെ പാർട്ടി രീതി അനുസരിച്ച് പാർട്ടിയുടെ അനുമതി ഉണ്ടായാലേ പ്രസിദ്ധീകരിക്കാൻ പറ്റും. അപ്പോൾ അത് തയ്യാറാക്കി കഴിഞ്ഞാൽ കൊടുക്കും. ഇനി ഈ വിവാദങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിൽ ഇനി DC-ക്ക് കൊടുക്കുമോ? അതൊന്നും ഇപ്പോൾ ഒരു പ്രസക്തിയുള്ള ചോദ്യമല്ല. അസാമാന്യഗതിയിൽ നിങ്ങളാണെങ്കിൽ ആ ചോദ്യത്തിന് പ്രസക്തിയുണ്ടോ? എൻ്റെ സ്ഥാനത്ത് നിങ്ങളാണ് തിരിക്കൂ. ഞാനാണെങ്കിൽ അതിനൊരു മറുപടി ഉണ്ടാവും. ആ മറുപടി ഇതിൻ്റെ ഭാഗമാക്കിക്കൊള്ളൂ. അതെങ്ങനെയാക്കും? ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നൊരു പുസ്തകം അതിൻ്റെ പ്രസാധനം 13-ാം തീയതി 10:30 മണിക്ക് ഇവർക്കാർക്ക് അധികാരം കൊടുത്ത് ഇവർക്ക് എന്താ അതിൻ്റെ അധികാരം? എത്ര നിയമവിരുദ്ധമായ പ്രവൃത്തിയാണ്. നമ്മൾ അതല്ലേ കാണേണ്ടത്? എത്ര തെറ്റായ നടപടിയാണ് സ്വീകരിച്ചത്? അപ്പോൾ DC ഏൽപ്പിക്കില്ല ഇനി? അല്ല, അതിപ്പോൾ പ്രസക്തിയുള്ളതല്ല. അങ്ങനെയുള്ള ഒരു വിശ്വാസമില്ലാത്ത ഒരു കൂട്ടരാരെങ്കിലും ഏൽപ്പിക്കൂ? ഇനി പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്കില്ലെന്നും പുതിയ തലമുറയ്ക്ക് വഴിമാറുകയാണെന്നും EP പറഞ്ഞു. അപ്പോഴും സംഘടനാ തലത്തിൽ ഏതു ചുമതലയും ഏൽക്കാൻ തയ്യാറെന്ന സൂചനയും EP ക്രോസ് ഫയറിലൂടെ നൽകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.